ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ചട്ടിങ്കലോ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മുമ്പേ ഉള്ള എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ഹിബിസ്കസ് പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെമ്പരത്തി പൂ ഉണക്കി വെക്കുന്നത് വരെ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് കാലാവസ്ഥയുടെ പ്രോബ്ലം കാരണം അത് പൊടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ പൊടിച്ചെടുക്കുന്നു എന്നുള്ളൊരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ഇതാ ഞാനിത് ഹിബിസ്കസ് പൗഡർ ഉണ്ടാക്കി ഇതുപോലെ ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ നിങ്ങൾക്കുള്ള നമ്മളുടെ പൗഡർ പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രയും സ്മൂത്തായിട്ട് നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊടിച്ചെടുത്തത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വീഡിയോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യം, ഇത് എപ്പോഴും എയർ ടൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായിട്ട് പോകും. അതുകൊണ്ട് നല്ല എയർ ടൈറ്റ് ആയിട്ട് പറ്റുമെങ്കിൽ ഇതുപോലുള്ള ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു ചെമ്പരത്തി പൂവ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒത്തിരി നാളായി. കാരണം ഈ കാലാവസ്ഥയുടെ ചേഞ്ച് കാരണം അത് പൊടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ സ്റ്റോർ ചെയ്തു എന്ന് വിചാരിച്ചാൽ അടുപ്പിൻ്റെ മുകളിലാണ് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചത്. കാരണം ആ ചൂട് കൊണ്ട് അതെപ്പോഴും എന്താ പറയുക, പൂപ്പലൊന്നും വരാതെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രാവിലെ നല്ല ആ ചൂടിൽ നന്നായിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു വൈകുന്നേരമൊക്കെ കഴിയുമ്പോഴേക്ക് വീണ്ടും അതൊരു എന്താ പറയുക പൊടിച്ചെടുക്കാൻ പറ്റാത്തൊരു പാകത്തിലേക്കാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ല ഒരു പൊടിച്ചെടുക്കേണ്ട പാകം എന്ന് വെച്ചാൽ നമുക്ക് കൈ കൊണ്ടൊന്ന് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു സൗണ്ടിലുള്ള വ്യത്യാസം കൊണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരു പാകത്തിലാവുമ്പോഴാണ് നമ്മളത് പൊടിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചാൽ ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ കാര്യം മാത്രമല്ല, നമുക്ക് എന്തൊക്കെയാണോ അവൈലബിൾ ആവാൻ ബുദ്ധിമുട്ടുള്ളത്, അപ്പോൾ ഏതൊക്കെ സീസണിലാണോ ബുദ്ധിമുട്ടുള്ളത്, അങ്ങനെയുള്ള സമയത്തേക്ക് നമുക്കിതുപോലെ പൊടിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്നവർക്കൊക്കെയാണ് ഇത് ഏറ്റവും യൂസ്ഫുൾ ആകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം അവർക്ക് ഇതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു പൈസ ചിലവുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിലും നിങ്ങളിത് മാർക്കറ്റിൽ പോയിട്ടോ മറ്റോ നിങ്ങൾ ഇതുപോലെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വില കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ വീട്ടുമുറ്റത്തും തന്നെ നമുക്ക് ചെറിയൊരു വിലക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഗുണങ്ങൾ അനവധിയാണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുൻപത്തെ വീഡിയോയിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പൊടിച്ചെടുക്കുന്നുള്ള കാര്യം നോക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ കുറച്ചുകൂടെ ഹെന്ന ലീഫ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഉണക്കിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാനത് വീണ്ടും ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തപ്പോൾ എനിക്ക് നല്ല നൈസ് പൗഡർ തന്നെ കിട്ടി. അപ്പോൾ അതും അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ വേറൊരു പൗഡറാക്കാൻ ഞാൻ എടുത്ത് മാറ്റി വെച്ചത് നമ്മുടെ മുരിങ്ങയിലയാണ്. അതും എല്ലാ സമയത്തും നമുക്ക് കിട്ടണമെന്നില്ല, ഇതിപ്പോൾ നാട്ടിലായതുകൊണ്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടുന്നതും ഞാനിപ്പം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്ന ഇതല്ല, മഴയാണ് 2 ദിവസമായിട്ട്. അതുകൊണ്ട് അടുപ്പിന് മുകളിൽ തന്നെ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് വരാം കേട്ടോ.
വീഡിയോ കണ്ടില്ലേ, എങ്ങനെയാണ് നമ്മളുടെ ചെമ്പരത്തി പൊടിയും അതുപോലെ തന്നെ എണ്ണാപ്പൊടി ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. അതോടൊപ്പം ഞാൻ മുരിങ്ങയില ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. മുരിങ്ങയില കഴിഞ്ഞിട്ട് വേണം എനിക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല, അതുപോലെ നീം ലീഫ് ഇതൊക്കെ ഉണക്കിയെടുക്കാനായിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ. പേരയുടെ ഇല വേണമെന്നുണ്ട്, പക്ഷേ പേരയുടെ ഇലേൻ്റെ അടിയിലൊക്കെ ഒരുതരം വെള്ള ഫംഗസ് വന്ന പോലെയാണുള്ളത്, എന്തോ പുഴുക്കൾ പോലെ. അതുകൊണ്ട് അത് കഴുകിയെടുക്കാനും എനിക്കൊരു തൃപ്തി വരാത്തത് കൊണ്ടാണ് ഞാനതിപ്പോൾ കഴുകിയെടുക്കാത്തത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ്. ഇതുപോലെ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എണ്ണയിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ അലോവേര ജെല്ലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ളൊരു എളുപ്പമാണ് അപ്ലൈ ചെയ്യാനായിട്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് താളിക്ക് പകരം ഇതുപോലെ താളിപ്പൊടിയായിട്ട് കൊണ്ടുപോകാം. മാത്രമല്ല നമുക്ക് ഹെയർ സിറമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിലേക്കും ഇതിൻ്റെ പൊടിയൊക്കെ ഒരു ഇത്തിരി ആഡ് ചെയ്താൽ മതിയാവും. കാരണം അത്രയും ബെനിഫിറ്റ് ഉണ്ട് ഇതിന്. ഒരുപാടാണ് നമുക്ക് ഇത്രയും പൊടി കിട്ടുന്നത്. അപ്പോൾ ഒരു നുള്ളൊക്കെ മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിന്. അതുപോലെ തന്നെ ഒന്നുകൂടെ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊടിച്ചതല്ല, അമ്മ നേരത്തെ പൊടിച്ചു വെച്ചതാണ്. നെല്ലിക്ക, ഉണക്ക നെല്ലിക്കയുടെ പൊടിയാണ്. ഇപ്പം നിങ്ങൾക്ക് നെല്ലിക്കയുടെ സീസണാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കിട്ടുമെങ്കിൽ വാങ്ങിച്ച് ഉണക്കി വെച്ച് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഉണക്ക നെല്ലിക്ക കുറച്ച് നാൾ മുമ്പേ വാങ്ങിച്ചു വെച്ചിട്ട് പൊടിച്ചെടുത്തതാണ്. ഇവിടെ നിന്ന് തന്നെ പൊടിച്ചെടുത്തത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തു, എന്നിട്ട് സ്റ്റോർ ചെയ്തതാണ്. കാണിച്ചു തരാം. അപ്പോൾ നെല്ലിക്ക പൊടിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഹെന്നയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാം. ഇനി അല്ല എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എണ്ണ കാച്ചുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നെല്ലിക്കയുടെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇത് ഷൂട്ടാവണമെന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഇതും ഞാൻ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അമ്മ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഏകദേശം എത്ര വർഷമായി? അലച്ച എത്ര മാസമായി? 3-4 മാസമായില്ലേ? 3-4 മാസമായിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് വെക്കുക, ഇതുപോലെ ഗ്ലാസ്സിൽ വെക്കുക. ഗ്ലാസിൻ്റെ ബോട്ടിലാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ നല്ല ഉണങ്ങിയ, അതായത് വെള്ളത്തിൻ്റെ ഈർപ്പം ഒട്ടുമില്ലാത്ത സ്പൂണൊക്കെ വെച്ചിട്ട് മാത്രം എടുക്കുക. അതുപോലെ വീണ്ടും എയർ ടൈറ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ 5-6 മാസം ഇതിന് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. അപ്പോൾ ഇത് പൊടിച്ചു വെച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു. വേറെ ആവശ്യത്തിന് പൊടിച്ചു വെച്ചതാണ്. ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് യൂസ് ചെയ്യുകയാണ്. വെറുതെ പിന്നെ നെല്ലിക്ക വാങ്ങിച്ചിട്ട് കാശ് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഉണക്ക നെല്ലിക്കയുടെ പൊടിയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയൊക്കെ വേണ്ടു കേട്ടോ. നമുക്ക് ഒരുപാട് എത്തും. ഈ ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതും റെഡിയായി. ഇനി ബാക്കിയുള്ള കാര്യം തുളസി, നമ്മളുടെ കറിവേപ്പില, പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇല, പിന്നെ എനിക്ക് നെല്ലിയുടെ ഇല വേണമെന്നുണ്ട്. പക്ഷെ ഇവിടെ എവിടെയും നെല്ലിമരമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ പേരേൻ്റെ ഇല, പിന്നെ വേണ്ടത് ഇതുപോലെ നീം ലീഫാണ്. ഈ ആര്യവേപ്പിലയുടേത് ഇപ്പോഴും എൻ്റെ കൈകൊണ്ട് എത്തുന്ന ഉയരത്തിലല്ല ഉള്ളത്. പിന്നെ ഞങ്ങൾ കൊമ്പൊടിച്ചിട്ട് അങ്ങനെ എടുക്കാറൊന്നുമില്ല അതിനെ. അപ്പോൾ നമുക്ക് കിട്ടുമോ നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പറിച്ചെടുത്തിട്ട് ആക്കാം. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു പൊടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ ഉള്ളൂ. എന്നിട്ട് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന മാസ്ക് വേറൊരു മാസ്കാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം ചെറുതായിട്ട് ഡാൻഡ്രഫ് വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ നീം ലീഫും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫ് പോയി കിട്ടും. അപ്പോൾ ആ ഒരു മാസ്കിനുള്ള പ്രിപ്പറേഷനിലാണ്. അതിനിടയിൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. വളരെ നൈസായിട്ടുള്ള പൗഡറായിട്ട് എടുക്കാം. നിങ്ങൾ ഷോപ്പിൽ വാങ്ങുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന് ചിന്തിക്കും. നന്നായിട്ട് ചൂടുള്ള സമയത്ത് അരിച്ചെടുക്കുകയാണെങ്കിൽ അരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പൗഡർ പോലെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, ഒട്ടും കാശ് ചിലവില്ലാതെ തന്നെ. ഞാനിപ്പോൾ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞാൽ വീട്ടിലുള്ളവർക്കാണെങ്കിൽ വളരെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു കാലാവസ്ഥയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാനിപ്പം അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ സൗകര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് പിന്നീട് കിട്ടും. അപ്പോൾ മടിയില്ലാതെ കുറച്ച് എന്താ പറയുക വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെയറിൽ നല്ലൊരു ചേഞ്ച് വരുത്താനാവും. അല്ലാതെ ഒരു പണിയെടുക്കാതെ എന്തായാലും നിന്നാൽ മുടി വളരാനൊന്നും പോകുന്നില്ലല്ലോ. വളരും, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. നല്ല കാലാവസ്ഥ, നല്ല ചുറ്റുപാടൊക്കെ ആണെങ്കിൽ എന്തായാലും മുടി വളരും. അല്ലാത്ത ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുടിയെ സ്നേഹിക്കുക, മുടിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.